Guys, welcome back to YouTube channel. So guys, നമ്മൾ ചെയ്യുന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. Guys, നിങ്ങളെല്ലാവരും വിചാരിക്കും ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് അതിൻ്റെ മുകളിൽ വേറെ കവർ അതിൻ്റെ മുകളിൽ വേറെ കവർ ഇത് അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഞങ്ങൾ ഫംഗ്ഷന് പോയപ്പോൾ കിട്ടിയൊരു റിട്ടേൺ ഗിഫ്റ്റ്സ് ആണിത്. അപ്പോൾ ഇതിൻ്റെ കവറ് അവർ ഓൾറെഡി കീറിക്കളഞ്ഞു. എൻ്റെ സിസ്റ്റേഴ്സ് അവർക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ബോക്സും അതിൻ്റെ ഉള്ളിലത്തെ സർപ്രൈസും നല്ല ഇരിക്കുന്നുണ്ട്. ഞാനതൊന്നും തുറന്നു നോക്കാൻ നിന്നില്ല. കാരണം അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഒരു സർപ്രൈസ് ആയിരിക്കും, എനിക്കൊരു സർപ്രൈസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ് ഈസ് ദിസ്. ഇത് കാണുമ്പോൾ നമുക്കൊരു ജാറിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ സാധനം അതായിരിക്കണം എന്നില്ല. കുലുക്കി നോക്കിയപ്പോൾ ജാർ ആവണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അത്രയ്ക്കും വെയിറ്റ് കാണാനില്ല. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഒരു ഫ്ലവർ വേസ് ആണ് ഗൈസ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്. റിട്ടേൺ ഗിഫ്റ്റ് ആണെങ്കിലും ഫ്ലവർ വേസ് ഇരിക്കട്ടെ, നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ളൊരു സാധനമാണ്. സെക്കൻഡ് തിങ്ങും സെയിം ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതുള്ളൂ സാധനം സെയിം ആയിരിക്കും. പിന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് കളറിൽ ചേഞ്ച് ഉണ്ടാവാണ്ടിരിക്കാം, ചിലപ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കളർ ചേഞ്ചാണ്, സാധനം സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിഫ്റ്റ്സ് ഇതാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏകദേശം പരിചയമില്ലാണ്ടിരിക്കില്ല. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് സ്ഥിരം കിട്ടണതാണെന്ന് പറയാം. ചിലപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാവണമെന്നില്ല, എന്നാലും കുറച്ച് പേരെങ്കിലും കാണാണ്ടിരിക്കില്ല ഈ സാധനം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ കാൻഡിലാണ്. ഇത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 എണ്ണമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതാണ് സംഭവം. 4 എണ്ണം ഉണ്ട്. കറക്റ്റ് 4 എണ്ണം കിട്ടി നമുക്ക്. എന്തോ ഒരു ഭാഗ്യത്തിന് കറക്റ്റ് 4 എണ്ണമാണ് നമുക്ക് കിട്ടി. 4 പേരുണ്ട്, അതുകൊണ്ട് 4 എണ്ണം കറക്റ്റ് കിട്ടിയിട്ടുള്ളതാണോ എന്ന് അറിഞ്ഞൂടാ. കിട്ടിയപ്പോൾ 4 എണ്ണം ഒരുമിച്ചാണ് കിട്ടിയത്. കളർ ചേഞ്ച് ഉണ്ടെങ്കിലും സാധനം സെറ്റാണ്. ക്രിസ്റ്റൽ കാൻഡിലാണ് സംഭവം. ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മേൽ കുറേ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടാണ് ഇത് വരുന്നത്. ബ്ലൂ, പർപ്പിൾ, ഗ്രീൻ, ഓറഞ്ച് ആയിട്ടാണ് വരുന്നത്. നമുക്കപ്പോൾ ഇത് ഓരോന്നും തുറന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്ലൂവിലേക്ക് കിടക്കാം. ഇവർ അതിൻ്റെ ഇടയിൽ ഇതും കൂടി തുറക്കാൻ നോക്കി ഗൈസ്. പക്ഷെ ഞാൻ അപ്പോഴേക്കും അത് വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിലെത്തി തുറക്കാം, കാരണം അവിടെ വെച്ച് തുറന്നു കഴിഞ്ഞാൽ പൊട്ടിയാലോ എന്ന് വിചാരിച്ച് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അവരത് എടുത്തില്ല. അപ്പോൾ ഫസ്റ്റ് ബ്ലൂ ഇതാണ് ഗൈസ്. നമുക്ക് കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൈയൊക്കെ ഇടാൻ തോന്നും, കാരണം ഇതൊരു ജെല്ലാണ്. നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ആവുമെന്ന് പറയില്ലേ. ഇതിനുള്ളിൽ കുറേ ക്രിസ്റ്റൽസ് കിടക്കുന്നുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ യൂസ് കഴിയുമ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് തോണ്ടി പുറത്തെടുക്കും. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കുമല്ലോ. ഇതപ്പോൾ ഈ കളർ ഇഷ്ടമായത് എൻ്റെ സിസ്റ്ററിനാണ്. അപ്പോൾ ഇത് ആളെടുത്തു. പിന്നെ എനിക്കിഷ്ടമായ കളർ എന്ന് പറയുന്നത് ഇതിൽ പർപ്പിളാണ്. അപ്പോൾ ഞാൻ പർപ്പിളാണ് എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് പറഞ്ഞേ, പക്ഷേ എടുക്കുമ്പോൾ ഒരെണ്ണം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇഷ്ടമുള്ള കളർ വേണമല്ലോ എടുക്കാൻ. ഇത് തുറക്കാൻ ഇത്തിരി പാടുണ്ട്. അപ്പോൾ നമുക്ക് കത്രിക യൂസ് ചെയ്യാം, വേറെ വഴിയില്ല തുറക്കാൻ കിട്ടണമെങ്കിൽ. മറ്റേ ബ്ലൂ എന്ന് പറയുന്നത് ആദ്യം അവർ തുറക്കാൻ നോക്കിയിട്ട് ഇരിക്കുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. പക്ഷേ പർപ്പിൾ അങ്ങനെയല്ല. അപ്പോൾ പർപ്പിളിൻ്റെ നോക്കാം നമുക്ക്. സംഭവം ഇതാണ്. ഇവിടെ നിന്ന് കുറച്ച് ജെല്ലൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഓ ഗൈസ്, എനിക്കിഷ്ടമായി ഈ കൈമ. എൻ്റെ ജെല്ലൊക്കെയാണ്, പക്ഷേ ഇതിൻ്റെ ജെല്ല് കൈമയാവാൻ പാടില്ല എന്നാണ് പറയണത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് പർപ്പിളിൻ്റെ. ഇതാണ് ബ്ലൂ. നമ്മൾ നേരത്തെ കണ്ടതാണ്. നേരെ ഇരിക്കണില്ലേ, തുറന്നതുകൊണ്ടായിരിക്കണം ഗൈസ്. പർപ്പിൾ ഇരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഗ്രീൻ ആണ്.
ഗ്രീൻ കണ്ടിട്ട് എനിക്ക് ഗ്രീൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഈ കളറ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു ഡാർക്കിഷ് കളറായിരിക്കണം. ഇതൊന്നും ഞാൻ തൊട്ടിട്ടില്ല. ഇത് പപ്പയുടെ അമ്മയുടെയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അത് നമ്മൾ അൺബോക്സ് ചെയ്യണോണ്ട് തുറക്കുന്നു. സംഭവം തെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ലൈറ്റ് ഗ്രീനാണ്. എനിക്ക് ഇത്രയ്ക്ക് ലൈറ്റ് ഗ്രീൻ ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ ഇത്തിരി നമ്മൾ എങ്ങനെ കിട്ടും നമുക്ക് ഒരു പേടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രയ്ക്കും ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും എല്ലാത്തിലും സെയിം സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്നാലും കളർ ചേഞ്ച് ഉണ്ടെന്നുള്ളൂ. ലാസ്റ്റ് വൺ ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ ഇത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓറഞ്ച് ബസ് എല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു സെറ്റായിരുന്നു. ഇവർ മാറ്റി ആ ഒരു ചെപ്പിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തപ്പോൾ ഇവർ മാറ്റിയിട്ടതാന്ന് തോന്നുന്നു. ഇത് ഓറഞ്ചാണ്, ചെപ്പ് ഓറഞ്ചാണ് ഗൈസ്, പക്ഷേ സംഭവം ചുമപ്പായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായാലും ഇതിൽ ബബിൾസ് ഉണ്ട് ഗൈസ്. പിന്നെ പുറത്തായിട്ട് കുറച്ച് ജെല്ലൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് അവരത് എടുത്തപ്പോൾ കുറച്ച് പോയതാണെന്നാണ്. പിന്നെ ബബിൾസൊക്കെ ആയിട്ടാണ് സംഭവം ഇരിക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ 4th വൺ ചുമപ്പായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 4 എണ്ണം നമുക്ക് സെറ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ഫുൾ ഗിഫ്റ്റ്സ് ഇഷ്ടമായി. അതിൻ്റെ കൂടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം എന്തായാലും കിട്ടാണ്ടിരിക്കില്ലല്ലോ ഗൈസ്. നമ്മുടെ 3 മിഠായികളാണ് ഗൈസ്. എവിടെ പോയാലും ഒരു മിഠായി ഇല്ലാണ്ട് കലാപരിപാടികളില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്സുകൾ ഇതൊക്കെയാണ്. 3 മിഠായി ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇത് കിട്ടി, സെക്കൻഡ് തിങ് ദിസ് ആൻഡ് തേർഡ് വൺ ദിസ്. അപ്പോൾ നമുക്കൊരു റിട്ടേൺ ഗിഫ്റ്റൊക്കെ കിട്ടാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് കിട്ടാണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ആൾക്കാർക്കൊക്കെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേ സന്തോഷം എനിക്കുണ്ട് ഗൈസ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം.